Accurate Accounting Services. GST registration, GST return, income tax return, TDS filing, e-way billing preparations ഒക്കെ പ്രൊഫഷണലായി ചെയ്തു കൊടുക്കുന്നു. അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക, ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻസും കുറഞ്ഞ ഫീസിൽ ആക്യുറേറ്റിന്റെ എക്സ്പേർട്ട് ടീം ഹാൻഡിൽ ചെയ്യുന്നു. പാൻ, ടാൻ, PF, ESI, DSC സർവീസും ഫുൾ സപ്പോർട്ടും ലഭ്യമാണ്. അതുകൂടാതെ ക്ലയന്റിന്റെ ഓഫീസിലെത്തി അക്കൗണ്ട്സ് വർക്ക് ചെയ്തു കൊടുക്കുന്നു. ടൈംലി സർവീസും കറക്റ്റ് ഫയലിംഗും റിലയബിൾ കംപ്ലയിന്റ് സപ്പോർട്ടും ആക്യുറേറ്റ് നൽകുന്നു. ലൊക്കേഷൻ വരുന്നത് പള്ളുരുത്തി പഷ്ണിത്തോട് പാലം ബസ് സ്റ്റോപ്പിന് സമീപം. ആക്യുറേറ്റ് അക്കൗണ്ടിംഗ് സർവീസസ്, ഇനിയെല്ലാം ആക്യുറേറ്റ്. വ്യത്യസ്ത മേഖലയിൽ മികവ് തെളിയിച്ച പത്രപ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമായ പുനലൂർ ചന്ദ്രൻ അന്തരിച്ചു. ഹരിപ്പാട് ഞങ്ങാർകുളങ്ങര കാർത്തികപ്പള്ളി കാട്ടിൽ കൊട്ടാരത്തിൽ തിരുവിതാംകൂർ മാവേലിക്കര കൊട്ടാരങ്ങളിലെ വൈദ്യ കുടുംബത്തിൽപ്പെട്ട ഗോപാലപിള്ളയുടെയും പാർവതി അമ്മയുടെയും മകനായി 1944 സെപ്റ്റംബർ 11 ജനിച്ചു. സ്ഥിരതാമസം പുനലൂരിൽ. പുനലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലും ഇംഗ്ലീഷ് ഹൈസ്കൂളിലും കൊല്ലം SN കോളേജിലുമായി ഡിഗ്രി പൂർത്തിയാക്കി. പത്രപ്രവർത്തന രംഗം 1964 മുതൽ കേരള ധ്വനി, കേരള ഭൂഷണം, പൗരധ്വനി എന്നീ ദിനപത്രങ്ങളിൽ പത്രാധിപനായി പ്രവർത്തിച്ചു. 1970 കൊല്ലത്തു നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന ജനശബ്ദം ദിനപത്രത്തിന്റെ തിരുവനന്തപുരം സ്റ്റാഫ് പ്രതിനിധിയായി ചുമതലയേറ്റു. 1971 കേരള സ്റ്റേറ്റ് പ്രസ് അക്രഡിറ്റേഷൻ ഗവൺമെന്റ് നൽകി. 1970 മുതൽ 14 വർഷം കേരള നിയമസഭാ സമ്മേളനം ജനശബ്ദത്തിനു വേണ്ടി റിപ്പോർട്ടിംഗും നിയമസഭാവലോകനങ്ങളും എഴുതി തുടങ്ങി. 1965 പുനലൂരിൽ നിന്നും ആദ്യമായി കേരള മനോരമ വാരിക പ്രസിദ്ധീകരിച്ച് പൊതുരംഗത്തും തൊഴിലാളി രാഷ്ട്രീയ രംഗത്തും പ്രവർത്തനം തുടങ്ങി. 1964 കേരള കോൺഗ്രസ് ജന്മം കൊണ്ടപ്പോൾ പുനലൂരിലെ ആദ്യകാല നേതാക്കളിൽ ഒരാളായിരുന്നു പുനലൂർ ചന്ദ്രൻ. കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു ഇദ്ദേഹം. 1968 ഇന്ത്യയിൽ മദ്രാസിൽ നടന്ന ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഫെയർ റിപ്പോർട്ട് ചെയ്യാൻ കേരളത്തിൽ നിന്നും എത്തിയ പത്രപ്രവർത്തകരിൽ പുനലൂർ ചന്ദ്രനും ഉൾപ്പെട്ടിരുന്നു. ലക്ഷ്യഭൂമി വീക്ക്ലി ചീഫ് എഡിറ്റർ, ദേശീയ ശബ്ദം വീക്ക്ലി എഡിറ്റർ, ജനസ്വരം വീക്ക്ലി എഡിറ്റർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 31 വർഷം പത്രപ്രവർത്തനം നടത്തി. തൊഴിലാളി രംഗത്ത് മുൻ മന്ത്രി R. ബാലകൃഷ്ണപിള്ളയുടെ നിർദ്ദേശപ്രകാരം തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ച് ശക്തരാക്കാൻ തുടങ്ങി. കേരള ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഓയിൽ പാം ഇന്ത്യ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ, ഫാമിംഗ് കോർപ്പറേഷൻ ചാലിയക്കര, AVT എസ്റ്റേറ്റ്, അമ്പനാർ TR ആൻഡ് പ്രിയ എസ്റ്റേറ്റ് തുടങ്ങി 20ഓളം എസ്റ്റേറ്റുകളുടെ യൂണിയനുകളുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. തുടർന്ന് പുനലൂർ പേപ്പർ മിൽ വർക്കേഴ്സ് യൂണിയൻ, മെറീന ക്രിപ്പ് ആൻഡ് സോളിംഗ് ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ തുടങ്ങിയവരുടെ ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. പേപ്പർ മിൽ തുറക്കുന്നതിനുള്ള അവസാന ചർച്ചയിലും ഇദ്ദേഹം പങ്കെടുത്തു. 1992 കോട്ടയത്ത് വെച്ച് നടന്ന കേരള ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പുനലൂർ ചന്ദ്രനെ എതിരില്ലാതെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. സംസ്ഥാന KSRTCM പാനൽ കണ്ടക്ടേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. 2017 മുതൽ തൊഴിൽ രംഗത്തും രാഷ്ട്രീയ രംഗത്തും നിന്ന് പിന്മാറി. പുനലൂർ ചരിത്രത്തിന്റെ ഏടുകളിലൂടെ, പത്തനാപുരം താലൂക്ക് ചരിത്രത്തിന്റെ ഏടുകളിലൂടെ, വേണാട് രഹസ്യങ്ങൾ എന്നിവയായിരുന്നു പ്രശസ്ത ഗ്രന്ഥങ്ങൾ. പുനലൂരിന്റെ സമഗ്ര വികസന പതിപ്പ് ലക്ഷ്യഭൂമി വാരികയുടെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിച്ചു. സ്നേഹത്തിന്റെ ലില്ലിപ്പൂക്കൾ, സ്നേഹിക്കാൻ പഠിച്ച മണ്ടിപ്പെണ്ണ്, നീലക്കടൽ എന്നീ സാഹിത്യ ഗ്രന്ഥങ്ങൾ പൗരധ്വനി പ്രസിദ്ധീകരിച്ചു. 2018 പുനലൂർ മീഡിയ പുരസ്കാരം, 2014 ഗാന്ധി ഭവൻ പുരസ്കാരം, 2017 CK സദാശിവൻ സ്മാരക പത്രപ്രവർത്തക പുരസ്കാരത്തിന് അർഹനായിരുന്നു. കൊട്ടാരക്കര ഓടനാവട്ടത്ത് അമ്പലത്തുംകാലം മംഗലത്ത് രുക്മിണിയമ്മയാണ് സഹധർമ്മിണി. 3 ആൺമക്കളാണ് ഇദ്ദേഹത്തിനുള്ളത്. ഹരി കൊട്ടാരത്തിൽ, ശ്രീകുമാർ, ഗിരീഷ് കുമാർ എന്നിവരാണ്. ദീപ ഹരികുമാർ, ബിന്ദു ശ്രീകുമാർ, മിനു ഗിരീഷ് എന്നിവരാണ് മരുമക്കൾ. ന്യൂസ് ബ്യൂറോ, പുനലൂർ.